Today's headlines brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്. ഈ മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് രജിസ്ട്രേഷൻ കിക്ക് ഓഫ് മാർച്ച് 16 ഫിലാഡൽഫിയ ഡെവറോ അവന്യൂവിലുള്ള സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വിജയകരമായി സമാരംഭിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂജേഴ്സി എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് ഡേ പ്രെയർ മീറ്റിംഗ് എലിസബത്ത് ടൗൺഷിപ്പിലുള്ള സെന്റ് തോമസ് സീറോ മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ നടക്കുന്ന ലോക സീരീസ് കപ്പിനായുള്ള 40 വയസ്സിന് മുകളിലുള്ള കാനഡ ടീമിൽ ഇടം തേടി മലയാളി താരങ്ങൾ. മാർച്ച് 15 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് കമ്മ്യൂണിറ്റി സെന്ററിൽ നാനായി തൊമ്മൻ ദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. പ്രശസ്ത പ്രവാസി എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് മരങ്ങോലിയുടെ 2 പുസ്തകങ്ങൾ കാക്കനാട് ഓണം പാർക്കിൽ പ്രകാശനം ചെയ്തു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് അന്താരാഷ്ട്ര മാധ്യമ കോൺഫറൻസ് 2025 ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സിയിലെ എഡിസൺ ഷൊറാട്ടൺ ഹോട്ടലിൽ വെച്ച് നടത്തപ്പെടും. 9 മാസം ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസും ബുച്ച് ഫിൽമോറും ചൊവ്വാഴ്ച സുരക്ഷിതമായി ഭൂമിയിലിറങ്ങിയതോടെ അവരെ കൊണ്ടുവരുമെന്ന് വാക്ക് നൽകിയ പ്രസിഡന്റ് ട്രംപ് അത് പാലിച്ചെന്ന് വൈറ്റ് ഹൌസ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ വംശജയും നാസയുടെ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തി. അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉപേക്ഷിക്കാൻ വിദേശികൾക്കുമേൽ അധികൃതർ സമ്മർദ്ദം ശക്തമാക്കുന്നെന്ന് റിപ്പോർട്ടുകൾ. സ്വന്തം സംസ്കാരത്തിലും പൈതൃകത്തിലും അഭിമാനിക്കണമെന്ന് ഡാനിഷ് തോമസ്. This news reels brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്.